ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ഋഷിമാർ പല വിധത്തിലുള്ള മന്ത്രങ്ങളിലൂടെയും ഉപനിഷത്തുക്കൾ യുക്തിയുക്തമായി വിസ്തരിച്ച അറിവിലൂടെയും എല്ലാം പകർന്നു തന്ന ക്ഷേത്രജ്ഞന്മാരെക്കുറിച്ചുള്ള ജ്ഞാനം ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണ്. 6ഉം 7ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച്. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഃ ഇച്ഛാദ്വേഷസുഖം ദുഃഖം സംഘാതശ്ചേതനാ ധൃതി ഏതത് ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. ഇനി ഈ 2 ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒരുമിച്ച്. മഹാഭൂതാനി, പഞ്ചമഹാഭൂതങ്ങൾ. അഹങ്കാരം, അഹംബുദ്ധി അഥവാ കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനം. ബുദ്ധി, കാര്യകാരണ വിവേചന ശക്തി. അവ്യക്തം ഏവച, മൂലപ്രകൃതി, നിർവികാര പ്രകൃതി. ദശ ഇന്ദ്രിയാണി, 10 ഇന്ദ്രിയങ്ങൾ. ഏകം ച, ഒരു മനസ്സ്. പഞ്ച ഇന്ദ്രിയ ഗോചര, 5 വിഷയങ്ങൾ. ഇങ്ങനെ 24 തത്വങ്ങൾ അടങ്ങിയ ഏതത് ക്ഷേത്രം, ഈ ക്ഷേത്രത്തെ ഇച്ഛ, ദ്വേഷ, സുഖം, ദുഃഖം. ഇച്ഛ എന്നാൽ ആഗ്രഹം, ദ്വേഷ വിരോധം, സുഖം ദുഃഖം, സുഖവും ദുഃഖവും, സംഘാതം ഇന്ദ്രിയാദികളുടെ ചേർച്ചയും ഉള്ള വ്യക്തി. ചേതന എന്നാൽ ജീവൻ, ധൃതി ഓജസ്, ഇതി ഇങ്ങനെ. സവികാരം വികാരങ്ങളോട് കൂടിയ ഏതത് ക്ഷേത്രം, ഈ ശരീരം. സമാസേന സംഗ്രഹമായിട്ട് ഉദാഹൃതം പറയപ്പെട്ടു. പഞ്ചമഹാഭൂതങ്ങൾ കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനം, ബുദ്ധി, വാസന, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ശബ്ദാദി വിഷയങ്ങൾ 5 എന്നിങ്ങനെ 24 തത്വങ്ങളടങ്ങിയ ഈ ക്ഷേത്രത്തെ ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, സംഘാതം, ചേതന, ധൃതി ഇങ്ങനെയുള്ള വികാരങ്ങളോടുകൂടി ചുരുക്കി പറഞ്ഞു. ഭഗവാൻ നിരൂപണം ചെയ്യാം എന്നേറ്റ തത്വങ്ങളെ ഓരോന്നായി ഇവിടെ പറയുകയാണ്. ആദ്യമായി ക്ഷേത്രം അഥവാ ശരീരം എങ്ങനെയുള്ളതാണ് എന്ന് അതിൻ്റെ വികാരഭേദങ്ങളോടെ വിവരിക്കുകയാണ്. അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നും വ്യക്തമാക്കുന്നു. ഒന്നാമതായി മഹാഭൂതങ്ങൾ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയാണ് പഞ്ചമഹാഭൂതങ്ങൾ. മഹാഭൂതം എന്ന് പറയുമ്പോൾ സ്ഥൂല രൂപത്തിലുള്ള പഞ്ചഭൂതങ്ങളുടെ പ്രതീതിയാണ് നമുക്ക് പെട്ടെന്നുണ്ടാവുക. എന്നാൽ അവയുടെ തന്മാത്രകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മഭൂതങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശരീരത്തിൽ ഞാൻ എന്നും എൻ്റേതെന്നും ഉള്ള കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനത്തെ അഥവാ കർമ്മം ചെയ്യുന്നതും ഫലമനുഭവിക്കുന്നതും ഞാനാണ് എന്ന ബോധം, അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഈ അഹങ്കാരത്തിൻ്റെ കാരണമായ മഹത്തത്വം ബുദ്ധിയാണ്. നിശ്ചയവൃത്തിയുള്ള അന്ധക്കരണമാണ് ബുദ്ധി എന്ന് വേദാന്തം പറയുന്നു. അതായത് യുക്തിപൂർവം ചിന്തിച്ച് സ്വന്തമായ നിഗമനങ്ങളിൽ മനുഷ്യനെ എത്തിക്കുന്ന ജീവിതാനുഭവങ്ങളെ നല്ലതെന്നോ ചീത്തയെന്നോ വിധി കൽപ്പിക്കുന്ന നിശ്ചയാത്മകമായ അന്ധക്കരണമാണ് ബുദ്ധി. അടുത്തതായി അവ്യക്തം. അവ്യക്തം എന്നത് ബുദ്ധിക്കും കാരണമായിട്ടുള്ളതാണ്. ചിത്തവൃത്തികളെ നിയന്ത്രിക്കുന്ന വാസനാ സഞ്ചയത്തെയാണ് അവ്യക്തം എന്ന് പറയുന്നത്. ഒരാളുടെ മുൻകർമ്മങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സംസ്കാരം ഉണ്ടാവും. അത് പിന്നീട് വരുന്ന കർമ്മങ്ങളെയും അനുഭവങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്യും. ഓരോ വിഷയങ്ങളിലും ആസക്തനായി അഹങ്കാരത്തോടെ കർമ്മം ചെയ്യുന്ന മനുഷ്യനെ ഈ സംസാരത്തിൽ ബന്ധിക്കുന്നതും ഈ വാസന തന്നെയാണ്. ആ വ്യക്തിയുടെ വിചാരങ്ങളെയും
പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നതും അതുതന്നെ. അത് ആ വ്യക്തിക്ക് സ്വന്തമായ ഒരു അനുഭവ മണ്ഡലത്തെ സൃഷ്ടിച്ചു കൊടുക്കുന്നു. അതിനെ വ്യഷ്ടി ജഗത്ത് എന്ന് പറയാം. അത് വ്യഷ്ടിവാസനയിൽ നിന്ന് അഥവാ അവിദ്യയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ഇനി സമഷ്ടിയുടെ കാര്യമെടുത്താൽ ഒരു സമഷ്ടിവാസന, മായ അല്ലെങ്കിൽ മൂലപ്രകൃതിയാണ് സമഷ്ടി ജഗത്തിനെ സൃഷ്ടിക്കുന്നത്. അഥവാ ചൈതന്യമായ ഈശ്വരൻ മായ എന്ന ഉപാധിയുമായി ചേർന്ന് ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നു. അങ്ങനെ അവ്യക്തത്തിൽ നിന്നാണ് ഈ ദൃശ്യപ്രപഞ്ചം ഉടലെടുക്കുന്നത്. അടുത്ത വരിയിൽ ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഹ എന്ന് പറയുന്നു. 10 ഇന്ദ്രിയങ്ങളും ഒരു മനസ്സും ഇന്ദ്രിയ വിഷയങ്ങൾ 5 എന്നർത്ഥം. ബാഹ്യലോകത്തെക്കുറിച്ച് അറിവ് തരുന്ന കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക് എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങളും പ്രവൃത്തി ചെയ്യുന്ന വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നിങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളും അവയോടുകൂടി മനസ്സും. മനസ്സുമായുള്ള ചേർച്ച കൊണ്ട് മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ മനസ്സിലാക്കാൻ കഴിയൂ. ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി നമ്മളിൽ എത്തുന്ന വിഷയങ്ങളെ സ്വീകരിക്കുന്നത് മനസ്സാണ്. അവയോടുള്ള നമ്മുടെ ബുദ്ധിയുടെ പ്രതികരണത്തെ കർമ്മേന്ദ്രിയങ്ങൾ വഴി നിർവഹിക്കുന്നതും മനസ്സാണ്. പിന്നീട് പറയുന്ന 5 ഇന്ദ്രിയ വിഷയങ്ങൾ എന്നാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയാണ്. അതായത് ഓരോ ഇന്ദ്രിയവും അതിൻ്റേതായ ഒരു നിശ്ചിത വിഷയത്തെ ഗ്രഹിക്കുന്നു. ചെവി അഥവാ ശ്രോത്രം ശബ്ദത്തെ, ത്വക്ക് സ്പർശത്തെ, കണ്ണ് രൂപത്തെ, നാവ് രസത്തെ, മൂക്ക് ഗന്ധത്തെ എന്നിങ്ങനെ. ഈ 5 ഇന്ദ്രിയ വിഷയങ്ങളല്ലാതെ ദൃശ്യപ്രപഞ്ചത്തിൽ മറ്റൊന്നില്ല. സാഖ്യശാസ്ത്രത്തിലെ പ്രസിദ്ധങ്ങളായ 24 തത്വങ്ങളെയാണ് ഇവിടെ എണ്ണി പറഞ്ഞിരിക്കുന്നത്. പഞ്ചമഹാഭൂതങ്ങൾ 5, അഹങ്കാരം 1, ബുദ്ധി 1, അവ്യക്തം 1, ദശ ഇന്ദ്രിയങ്ങൾ 10, മനസ്സ് 1, പഞ്ചേന്ദ്രിയ വിഷയങ്ങൾ 5, അങ്ങനെ ആകെ 24. ഈ 24 ഘടകങ്ങൾ ചേർന്നുണ്ടായതാണ് ഈ ക്ഷേത്രം അഥവാ ശരീരം. ഇതിനോട് കൂടി ചൊല്ലിയ അടുത്ത ശ്ലോകത്തിൽ, അതായത് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അങ്ങനെയുള്ള ഈ ശരീരത്തിന് ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, സംഘാതം, ചേതന, ധൃതി എന്നിങ്ങനെ 7 വികാരങ്ങളുമുണ്ട്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയെ കൊണ്ടാണ് വിഷയങ്ങളും വികാരങ്ങളും വിചാരങ്ങളും അടങ്ങിയ അനുഭവമണ്ഡലത്തിൽ നാം വ്യാപരിക്കുന്നത്. അപ്പോൾ ഉളവാകുന്ന വിവിധ ഭാവങ്ങളാണ് മേൽപ്പറഞ്ഞ 7 ഒരു വസ്തു നമ്മൾ മുമ്പ് അനുഭവിച്ച് അത് സുഖകരമാണ് എന്നറിഞ്ഞാൽ വീണ്ടും അതേ തരത്തിലുള്ള ഒരു വസ്തുവിനെ കാണുമ്പോൾ അത് സുഖം തരുന്നതാണ് എന്ന ചിന്തയിൽ നാം അതിനെ നേടാൻ ആഗ്രഹിക്കും. അതുപോലെ തന്നെ ദ്വേഷവും. ഒരു വസ്തു ദുഃഖഹേതുവാണ് എന്ന് ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞാൽ പിന്നീട് അത്തരത്തിലുള്ള വസ്തുക്കളെ നാം ദ്വേഷിക്കും. അങ്ങനെ ഇച്ഛയും ദ്വേഷവും അന്ധകരണത്തിൽ അറിയപ്പെടുന്നത് കൊണ്ട് അത് ക്ഷേത്രത്തിൻ്റെ അംശമാകുന്നു. അതുപോലെ തന്നെ സുഖവും ദുഃഖവും. അനുകൂലവും സന്തോഷവും ഉണ്ടാക്കുന്നതായതിനെ സുഖമെന്നും പ്രതികൂലാത്മകമായതിനെ ദുഃഖം എന്നും പറയും. ഇതും അറിയപ്പെടുന്നതാകയാൽ ക്ഷേത്രത്തിൻ്റെ ധർമ്മം തന്നെയാണ്. ദേഹേന്ദ്രിയാദികളെ മൊത്തമായിട്ടാണ് സംഘാതം അഥവാ സമുച്ചയം എന്ന് പറഞ്ഞത്. ഇതിൽ ആകമാനം വ്യാപിച്ചു നിൽക്കുന്നതാണ് ചേതന. പ്രവർത്തിച്ച് തളരുന്ന ദേഹ ഇന്ദ്രിയങ്ങൾക്ക് വീണ്ടും പ്രവർത്തിക്കാൻ കഴിവ് കൊടുക്കുന്നതാണ് ധൃതി. ഇവയൊന്നും തന്നെ ജ്ഞാനസ്വരൂപമല്ല, ജ്ഞാനത്തിന് വിഷയങ്ങളാണ് അഥവാ അറിയപ്പെടേണ്ടവയാണ്. അതുകൊണ്ട് ഇവയെല്ലാം ക്ഷേത്ര സംബന്ധമായവയാണ്, ക്ഷേത്രജ്ഞൻ അല്ല. ഇച്ഛ, ദ്വേഷം തുടങ്ങി 7 വികാരങ്ങളെല്ലാം നമ്മുടെ അന്ധക്കരണ ധർമ്മങ്ങളാണ്. മഹാഭൂതങ്ങൾ തൊട്ട് ധൃതി വരെയുള്ള വിവിധ ഭാവങ്ങളുടെ സമാഹാരമാണ് ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ശരീരം.
ഇപ്പറഞ്ഞവയെല്ലാം ആത്മാവിൻ്റെ ദൃശ്യങ്ങളാണ്. ആത്മാവ് ദൃഷ്ടാവ് അഥവാ കാണുന്നവനാണ്. അതാണ് ക്ഷേത്രജ്ഞൻ. മറ്റുള്ളവയെല്ലാം ക്ഷേത്രസംബന്ധിയായതെല്ലാം ഇന്ദ്രിയ വിഷയങ്ങളും മനസ്സിലെ വികാരങ്ങളും ബുദ്ധിയിലെ ആദർശങ്ങളും എല്ലാം തന്നെ ദൃശ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അത് കാണപ്പെടുന്നതാണ്. ദൃഷ്ടാവായ ആത്മാവിൻ്റെ ദൃശ്യങ്ങളാണ് ഇവയെല്ലാം തന്നെ. എന്തൊക്കെ ചേർന്നതാണ് ക്ഷേത്രം എന്ന് അപഗ്രഥിച്ചറിയുമ്പോൾ ക്ഷേത്രജ്ഞൻ്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്താനാവും. അതുകൊണ്ടാണ് ക്ഷേത്രത്തെ ഇത്രയും വിശദമായി തന്നെ വിശകലനം ചെയ്യുന്നത്. ആത്മാവിന് ക്ഷേത്രജ്ഞൻ എന്ന അവസ്ഥ വന്നു ചേരുന്നതും ക്ഷേത്രവുമായുള്ള ബന്ധം നിമിത്തമാണ്. ഹരി ഓം തത്സത്.